ഞാൻ എല്ലാ പ്രാവശ്യം പറയാറുണ്ട്. എപ്പൊ നോക്കിയാലും സംസാരമല്ല നമ്മളിവിടെ. പേഷ്യൻസ് സൺഡേ ആയിട്ട് വേറെ ഇല്ലാത്തോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നെന്താ റീൽസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? മമ്മിയുടെ ആണോ? ഗുഡ് മോർണിംഗ് അല്ലേ? അതങ്ങനെയല്ല. ഗുഡ് മോർണിംഗ് ഗംഗേ കോപ്പിറൈറ്റ് അടിക്കട്ടോ. പുള്ളി നോർത്ത് ഇന്ത്യയിലൊക്കെ വൈറലാ. അറിയോ? ഫേമസ് ആ. അവന്റെ പേരെന്താ അറിയാമെങ്കിൽ ഇപ്പം ആ സ്കീം പിടിച്ച് മമ്മി എല്ലാത്തിലും ആഡ് കിട്ടുന്നുണ്ട്. ജെമിനിയോ? AI. ഓക്കെ. പിന്നെ ഷോപ്പിംഗ്, ഈ പുതിയ ഉദ്ഘാടനമല്ല, അവര് പരസ്യത്തിന് വിളിക്കാറുണ്ട്. നമ്മള് ബ്ലാക്ക് കോഫി തുടങ്ങിയിട്ട് എത്ര നാളായി? പുറത്താ? നിന്റെ പുറത്ത് പോയിട്ട് ഈ ചുറ്റുവട്ടത്തുള്ള പുറത്ത് പോകാന്ന് എനിക്കറിയാം അല്ലേ? മറ്റേ രാത്രി ചക്ക വീണ് ഉറക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലാ പ്രാവശ്യം വീഴുമ്പോ നമ്മളെന്താ വിചാരിക്കുന്ന? ആര് ബോംബ് പൊട്ടിക്കുന്ന അവിടെ പട്ടക്കം പൊട്ടുന്ന സൗണ്ട്. എന്ത് ചക്കന്ന് എനിക്കറിയില്ല. കടച്ചക്ക, കോഴിച്ചക്ക, അങ്ങനെ എന്തോ പറയണം. കടച്ചക്ക വീണ് ഉറക്കമില്ലാണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ ലോറിയും സംഭവം കാണുന്നുണ്ട്. വ്യൂ ആണ്. ഡോർ ലോക്ക് ചെയ്യണോ? ഇതിന്റെ മുകളിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒച്ച അല്ലേ? പക്ഷെ ഇതിന്റെ കണ്ടോ, അതിന്റെ മേലുള്ള മരത്തുനിന്ന് വീഴുന്നതാണ്. ഇവിടെ കാണുന്നുണ്ടോ മരം? ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം. വീഡിയോ കാണാം. ഏതാ? ഇതാണ് കടച്ചക്കയുടെ മരം അല്ലേ? ചക്കകളല്ലേ? എനിക്ക് അറിയില്ല ഈ ഏരിയ. സൂം ചെയ്ത് നോക്കിക്കേ. ഇവിടെ സൂമൊന്നും കിട്ടുന്നില്ല. ഇത് ചക്ക. ആ ചക്കയാണ് വീഴുന്നത്. അല്ല, ഇതാണ് നമ്മുടെ ഡ്രസ്സ്. അതിന്റെ മുകളിലോട്ടാ വീഴുന്നത്. പക്ഷെ ആ ഏരിയയിൽ ചക്കയൊന്നും കാണുന്നില്ല. ഇത് അവിടെ വന്ന് സ്പ്ലാഷ് ചെയ്യും. അത് വീണ് സ്പ്ലാഷ് ആയി. അതാണ് ഈ തെറിക്കുന്ന അവിടെയൊക്കെ കാണുന്ന സാധനം. മനസ്സിലായോ? ഓക്സിജൻ വളരെ നല്ലത്. അപ്പൊ ഇനി എന്താ അതിന്റെ ഒരു സൊല്യൂഷൻ? കടച്ചക്ക വീഴാണ്ടിരിക്കാൻ ഒരു സൊല്യൂഷൻ പറ. നീ എന്നാ പറ? എനിക്കറിയില്ല. ആ ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് കഴിഞ്ഞ മാസം വന്നിട്ട് അവര് ക്ലീൻ ചെയ്ത് പോയെന്ന്. എന്ത് ക്ലീൻ ചെയ്ത് പോയി? തേങ്ങയാണെങ്കിൽ അവരതിന്ന് തേങ്ങ ഇട്ടുപോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഉറക്കം പോയി. പക്ഷേ ഇതിലെന്തെങ്കിലും ഒരു ഷീറ്റോ അതിന്റെ പുറമെ എന്തെങ്കിലും നമ്മൾ വിരിച്ചിട്ടാല്, അതായത് നെറ്റ് പോലത്തെ എന്തെങ്കിലും വീഴാണ്ടിരിക്കാൻ. പക്ഷെ കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. രാവിലെ ഇതൊന്നും വീഴുന്നില്ല. നൈറ്റ് ആകുമ്പോ പടക്കാന്ന് പറഞ്ഞിട്ട് വീഴാം. നമ്മളാണെങ്കിൽ ജനലിന്റെ അടുത്താ കിടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് എഫക്റ്റ് ആണ് നമുക്ക്. വേണോ കോഫി? കുറച്ച് നല്ല കയ്പ് ടേസ്റ്റ് ഉണ്ട്. ആരുണ്ടാക്കിയ? നീ അല്ലാണ്ട് തന്നെ ആര്? നിങ്ങൾ പഞ്ചസാര പഞ്ചസാര ഞാൻ നിർത്തി. പക്ഷെ ഇത് അത്യാവശ്യം കുടിക്കാൻ കൊള്ളാം, കുഴപ്പമില്ല, അത്ര കയ്പില്ല. ഇതില് മറ്റേ ശർക്കര അല്ലേ? ശർക്കര ഇട്ടിട്ട് ചുമ്മാ പറയാം. എവിടെ എവിടെ കണ്ട എക്സ്ട്രാ? അതിപ്പോ വെട്ടിക്കളയാൻ കാണിച്ചു തരാം. അത് അവര് വെട്ടാണ്ടിരുന്ന മറന്നുപോയി. ഇതിനും എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്.
കത്രി കൊണ്ട് കത്രിക ആയിരിക്കും നല്ലത്. സോറി, നമ്മുടെ ചെറിയ കത്രിക എന്ത് ചെയ്യും? അത് ഞാൻ കുരുമുളകും പൊട്ടിക്കെടുത്തു. അത് പോലും നീ വെറുതെ വിട്ടില്ലല്ലോ. വേറെ കത്രിക കിട്ടിയില്ല. കൊള്ളാം, ഓൾറെഡി നല്ല രീതിക്ക് അവർ ഷേപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് എക്സ്ട്രാ അവര് കാണാഞ്ഞാല്? അതല്ല, നീ മീശ വെട്ടണ്ടെന്ന് പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഇത് ഫുള്ള് മീശ ഞാൻ ഇവിടെ വെട്ടണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ ഇട്ടാ ഒരുമാതിരി ഈ ചുണ്ടത്ത് തേനീച്ച കടിച്ച പോലത്തെ ഫീലിംഗ് ആ കിട്ടാ. ഇത് അങ്ങനെ ഷേപ്പ് ആക്കണമെങ്കിൽ ഇത് വെട്ടണം. ഈ ചുണ്ടിലോട്ട് വന്നാല് നിനക്ക് അല്ല, ഈ മുടി ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാലും പക്ഷെ ഇത് ഷേപ്പ് ആക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന്. ബാക്കി എല്ലാവരും ഷേപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ട.